അബ്രാം ഖുറേഷിക്ക് മുൻപ് സ്റ്റീഫനെ ഒന്നുകൂടി കാണണ്ടേ? കഴിഞ്ഞ കുറച്ചു നാളുകളായി മലയാള സിനിമാ ആസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ. ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും പൃഥ്വിരാജ് മോഹൻലാൽ കോംബോ വീണ്ടും ഒന്നിക്കുന്നതുമാണ് അതിന് കാരണം. നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മാർച്ച് 27-ന് സിനിമ തിയേറ്ററുകളിലെത്തുകയാണ്. വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ തുടർച്ചയായിട്ടാണ് എത്തുന്നത്. സിനിമയുടേതായി ഇതുവരെ പുറത്തുവന്ന പോസ്റ്ററുകൾക്കും ടീസറിനും ക്യാരക്ടർ പോസ്റ്ററുകൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇപ്പോഴിതാ മോഹൻലാൽ ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത്. എമ്പുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചുവരുന്നു എന്നാണ് സിനിമയുടെ വിതരണാവകാശം സ്വന്തമാക്കിയ ഫാർസ് ഫിലിംസ് അറിയിച്ചിരിക്കുന്നത്. മാർച്ച് 20-ന് ലൂസിഫർ റിലീസ് ചെയ്യും. നേരത്തെ എമ്പുരാന്റെ റിലീസിനോടനുബന്ധിച്ച് ലൂസിഫർ റിലീസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ലൂസിഫറിന്റെ റിലീസ് വലിയ ആവേശം തന്നെ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. 2025 മാർച്ച് 27-ന് ലോകമെമ്പാടുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തും. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സ്വീക്വലുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സിനിമയിലെ മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഇന്നലെ പുറത്തുവന്നിരുന്നു. ഖുറേഷി അബ്രാമിന്റെ ലോകമാണ് രണ്ടാം ഭാഗത്തിൽ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത്. ഖുറേഷി എങ്ങനെ തന്റെ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. ഖുറേഷി അബ്രാമിന്റെ അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ നിങ്ങൾക്കറിയണമെങ്കിൽ ഈ ഫ്രാഞ്ചൈസിയുടെ ഈ കഥയുടെ മൂന്നാം ഭാഗവും കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിന്റെ അവസാനത്തിൽ മൂന്നാം ഭാഗത്തിലേക്കുള്ള ലീഡ് കൂടി കാണാൻ സാധിക്കുമെന്നാണ് സിനിമയെക്കുറിച്ച് മോഹൻലാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തായാലും മാർച്ച് 20 ലൂസിഫറിനു വേണ്ടിയും മാർച്ച് 27 എമ്പുരാനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.